ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു എക്സാമിനോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലസ് വൺ അക്കൗണ്ടൻസിയിൽ നമുക്കൊക്കെ ഒരു സീൻ കോൺട്ര ആകുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ കോൺട്രാ എൻട്രിയെ കുറിച്ചാണ്. ഓക്കെ, യെസ്, മക്കൾക്ക് എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഒരു ഐറ്റം ആണ് എന്തെന്ന് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ മക്കൾക്ക് റെക്കോർഡ് ചെയ്യാൻ കുറച്ചൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു പാർട്ടാണ് ഇത്, നമ്മുടെ കോൺട്രാ എൻട്രി. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം കോൺട്രാ എൻട്രി എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, റെഡി, വാ, ശ്രദ്ധിച്ചോ. യെസ്, അപ്പോൾ നോക്കാം എന്താണ് കോൺട്രാ എൻട്രി. നമുക്ക് ആദ്യം നോക്കാം അല്ലെ, എന്താണ് കോൺട്രാ എൻട്രി. സിമ്പിൾ സാധനമാണ്, നോക്കാം. When there is a transaction that related both the cash and bank, this will be written on the one side of the bank column and other side of the cash column. Such transactions are known as കോൺട്രാ എൻട്രി. കണ്ടല്ലോ അല്ലെ, എന്താ ഒരേ സമയം എന്തിനാ ക്യാഷിനെയും ബാങ്കിനെയും അഫക്റ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ റെക്കോർഡ് ചെയ്യുക എങ്ങനെയാണ്? ഒരേ സമയം എന്താ നമ്മളൊരു ബാങ്ക് കോളത്തിലും തന്നെ അതേപോലെ തന്നെ എന്താണ് ക്യാഷ് കോളത്തിലും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഇതാണ് എന്തത് കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞാൽ. ഓക്കെ, യെസ്, അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പഠിക്കേണ്ടതും ഇതിനെ കുറിച്ച് തന്നെയാണ്. അങ്ങനെ ബാങ്കിനെയും ക്യാഷിനെയും എഫക്റ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷനെ കുറിച്ചാണ്. അതെ, അങ്ങനെയുള്ള രണ്ടേ രണ്ട് ട്രാൻസാക്ഷൻസേ ഉള്ളൂ. ഈ രണ്ടേ രണ്ട് ട്രാൻസാക്ഷൻസേ മക്കൾ എന്താക്കേണ്ടുള്ളൂ, കോൺട്രാ എൻട്രിന്റെ കേസിൽ കൃത്യമായി പഠിച്ചിരിക്കേണ്ടതുള്ളൂ. ഓക്കെ, അതേതാണ് ട്രാൻസാക്ഷൻസ്? ഒന്നാമത്തെ നോക്കുക, ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്കും അതുപോലെ തന്നെ വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്കും ആണ്. ഓക്കെ, ഈ രണ്ട് ട്രാൻസാക്ഷൻസ് മാത്രം. റെഡി, കൃത്യമായി ശ്രദ്ധിച്ചോ. യെസ്, ഇതാണ് നമ്മൾ എന്തെന്ന് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഓക്കെ, ഡബിൾ കോളം ക്യാഷ് ബുക്ക്. റെഡി, യെസ്. അപ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ നമ്മൾ ഇതാ കൃത്യമായി നമുക്കറിയാം അല്ലെ, ഇത് എന്താണ്, ഇത് നമ്മുടെ റെസീപ്റ്റ് സൈഡ് ആണെന്നും ഇത് നമ്മുടെ പേയ്മെന്റ് സൈഡ് ആണെന്നും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ, നമുക്കറിയാം. റെഡി, യെസ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ നോക്കണം. ആദ്യത്തെ ട്രാൻസാക്ഷൻ അതെന്താണ്? ഡെപ്പോസിറ്റ് ക്യാഷ് ഇൻ ടു ബാങ്ക് 30,000 ആണ് അല്ലെ. ഡെപ്പോസിറ്റ് ക്യാഷ് ഇൻ ടു ബാങ്ക് ആണ് അല്ലെ. അപ്പൊ ആദ്യത്തെ ട്രാൻസാക്ഷനിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെ? എന്താ സംഭവിക്കുന്നത്? യെസ്, മക്കൾ ശ്രദ്ധിച്ചോ. എന്താ സംഭവിക്കുന്നത്? ക്യാഷ് എങ്ങോട്ട് പോയി? ബാങ്കിലേക്ക് പോയി അല്ലെ. ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്നും എങ്ങോട്ട് പോയി? ബാങ്കിലേക്ക് പോയി. ബാങ്കിൽ എന്തായി? ക്യാഷ് കൂടി. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലെ ക്യാഷ് കുറഞ്ഞു അല്ലെ. എന്താണ് അവിടെ സംഭവിച്ചത്? ബാങ്കിൽ എന്ത് സംഭവിച്ചു? ബാങ്കിലേക്ക് ക്യാഷ് കൂടി, അതായത് ബാങ്കിലേക്ക് ക്യാഷ് വന്നു അല്ലെ. അപ്പൊ എന്താണ്? ബാങ്കിൽ റെസീപ്റ്റ് ആയി, ക്യാഷ് ബാങ്കിലേക്ക് വന്നു അല്ലെ. അപ്പൊ നമ്മളെ റെസീപ്റ്റ് ഏതാ മക്കളെ റെസീപ്റ്റ് സൈഡ്? ഇതല്ലേ നമ്മളെ റെസീപ്റ്റ് സൈഡ്. ഇവിടെ ഈ റെസീപ്റ്റ് സൈഡിൽ ബാങ്ക് എന്ന് പറയുന്ന ഒരു കോളം നമുക്ക് തന്നിട്ടില്ലേ? ഇല്ലേ? ആ കോളത്തിൽ നമ്മൾ എന്തങ്ങ് റെക്കോർഡ് ചെയ്യുന്നു? 30,000 റെക്കോർഡ് ചെയ്യുന്നു. 30,000 നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. റെഡി, ഇപ്പൊ കണ്ടോ എന്താണ്? റെസീപ്റ്റ് ആണ്. ബാങ്കിൽ എന്താണ് സദാ പോലെ റെസീപ്റ്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ 30,000 വന്നു അല്ലെ. ബാങ്കിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്കിലേക്ക് 30,000 വന്നു, അത് നമ്മൾ റെക്കോർഡ് ചെയ്തു. റെഡി, അതേപോലെ ഇത് ഏത് സൈഡാണ്? നമ്മുടെ പേയ്മെന്റ് സൈഡാണ്, നമുക്കറിയാം അല്ലെ. യെസ്, അപ്പൊ ഈ പേയ്മെന്റ് സൈഡിൽ അല്ലെ, പേയ്മെന്റ് സൈഡിൽ ആരാണ്? നമ്മളാണ് പേയ്മെന്റ് ചെയ്തത് ബാങ്കിലേക്ക് അല്ലെ. നമ്മളെന്താ ക്യാഷ് ആണ് പേയ്മെന്റ് ചെയ്തത് അല്ലെ. അപ്പൊ നോക്കുക, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ത്? ക്യാഷ് കോളത്തിൽ എന്ത് ചെയ്താൽ മതി? 30,000 റെക്കോർഡ് ചെയ്താൽ മതി. റെഡി, ഇനി നേരെ നമ്മളതാ സ്വന്തം പെർട്ടിക്കുലർ കോളത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്തിനാ റെക്കോർഡ് ചെയ്യുക? അത് സിമ്പിൾ ആണ്. ഇവിടെ നോക്കുക, ബാങ്ക് കോളത്തിൽ 30,000 ആണല്ലേ നമ്മൾ എഴുതിയിട്ടുള്ളത്. ബാങ്കിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താ ഉള്ളത്? ക്യാഷ് അല്ലേ. ക്യാഷ് എന്ന് റെക്കോർഡ് ചെയ്യുക. ഇവിടെയോ ക്യാഷ് കോളത്തിലാണ് നമ്മൾ എമൗണ്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താക്കുക? ബാങ്ക് എന്ന് റെക്കോർഡ് ചെയ്യുക. പരിപാടി കഴിഞ്ഞു. എന്നിട്ടോ ഇതാ നമ്മുടെ കോൺട്രാ എൻട്രി എന്നുള്ള ആ ഒരു എൻട്രി നമ്മൾ അങ്ങോട്ട് കൊടുക്കുക. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. റെഡി, ഇതാ നോക്കാം. നമുക്ക് അടുത്തതാ അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. എന്താണ്? വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ആണ് അല്ലെ. വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ആണ്. ഇവിടെ നമുക്ക് എന്താ സംഭവിച്ചത്? നമ്മുടെ കയ്യിലുള്ള ക്യാഷ് അല്ലെ, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എന്തായി? കൂടി. കാരണം എന്താ? ബാങ്കിൽ നിന്നും ക്യാഷ് നമ്മുടെ കയ്യിലേക്ക് വന്നു അല്ലെ. ബാങ്കിൽ ക്യാഷ് കുറഞ്ഞു, നമ്മുടെ കയ്യിൽ എന്താക്കി? ക്യാഷ് കൂടി അല്ലെ. അപ്പൊ ഇവിടെ ആർക്കാ റെസീപ്റ്റ്? നമുക്കാണ് അല്ലെ. നമ്മളെ റെസീപ്റ്റ് സൈഡിൽ എന്താണ്? ക്യാഷ് കോളത്തിൽ നമ്മൾ എന്ത് റെക്കോർഡ് ചെയ്യുന്നു? 10,000 അല്ലേ. യെസ്, 10,000 നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു അല്ലെ. ആരാണ് നമുക്ക് പേയ്മെന്റ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ സ്വന്തം ബാങ്കാണ് അല്ലെ. ബാങ്ക് കോളത്തിൽ പേയ്മെന്റ് നമ്മൾ കാണിച്ചു അല്ലെ. എന്നിട്ടോ ഇതേപോലെ തന്നെ നമ്മൾ എന്താക്കുന്നു? പെർട്ടിക്കുലർലി എങ്ങനെയാ റെക്കോർഡ് ചെയ്യുക? നോക്ക്, ക്യാഷ് കോളത്തിൽ ആയതുകൊണ്ട് ക്യാഷിന്റെ നേരെ ഓപ്പോസിറ്റ് ആരാണുള്ളത്? ബാങ്ക് അല്ലേ. ബാങ്ക് നമുക്ക് 10,000 തന്നു എന്ന് റെക്കോർഡ് ചെയ്തു. അതേപോലെ എന്താണ്? പേയ്മെന്റ് സൈഡിൽ അല്ലെ എന്താണ്? നമ്മൾ യെസ് എന്താ? ക്യാഷ് എന്നു അല്ലെ. ക്യാഷ് ആണ് നമുക്ക് പേയ്മെന്റ് ആയിട്ട് കിട്ടിയത് എന്ന് നമ്മൾ റെക്കോർഡ് ചെയ്തു. കഴിഞ്ഞല്ലോ. ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്ന നോക്കുക. യെസ്, സോറി, ഇവിടെ അല്ലേ.
ഡേറ്റ് കോളത്ത് കൊണ്ടുപോയി കോൺട്രാ എന്ന് എഴുതി പോയി. ഓക്കെ, യെസ്. അപ്പോൾ അതവിടെയാണ് കോൺട്രാ എന്ന് നമ്മൾ എന്താക്കി കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തു. കണ്ടല്ലോ, പരിപാടി കഴിഞ്ഞല്ലോ. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഇത്രയേ ഉള്ളൂ മക്കളെ. ഇതാണ് എന്തെന്ന് കോൺട്രാ എൻട്രി. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇത് മാത്രം. റെഡി? നമുക്ക് വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. അതുവരെ ബൈ.